എന്തുകൊണ്ട് നമുക്ക് മാനസിക സംതൃപ്തി തരുന്ന രീതിയിൽ വളരാൻ നമുക്ക് സാധിക്കുന്നില്ല? അതുപോലെ തന്നെ യുക്തമായ വരുമാനം കൊണ്ട് നമ്മുടെ തൊഴിലാളികൾ കൂടുതൽ പൈസ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം ഫാമിലി ഗാരേജിലെ ബെറിലിൻ്റെ ഒരു റീല് കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് 6 വർഷം മുമ്പ് 1200 രൂപ വാങ്ങിക്കുന്ന പീരിയോഡിക് സർവീസ് ഇപ്പോഴും 1200 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അതേപോലെ എല്ലാത്തിനും 6 വർഷം, അദ്ദേഹം തുടങ്ങിയ കാലഘട്ടമാണോ 6 വർഷം, എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അന്ന് വളരെ പഴക്കമുള്ള എമൗണ്ടുകൾ തന്നെയാണ് വർക്ക്ഷോപ്പിൽ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് കൂടുതൽ പണം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊരു മാറ്റം വരണ്ടേ, പൈസ കൂട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം അതിലൂടെ ആശയം പങ്കുവച്ചത്. അതിൻ്റെ അടിയിൽ വന്ന കമൻസിൽ പലതും പറയുന്നുണ്ട്. അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് പാർട്സിൻ്റെ ഒക്കെ വില കൂടി, ലേബർ ആൾക്കാർ ഒന്നും കൂട്ടിത്തരില്ല, അതേപോലെ തന്നെ നമുക്കൊരു സംഘടന വേണം ഇതിനൊക്കെ വേണ്ടി വാദിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പ്രശ്നത്തിന് ശരിയായ ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, നിങ്ങൾ തന്നെയാണ് എൻ്റെ ഉത്തരവാദി. കാരണം ഈ കസ്റ്റമർ ഒരിക്കലും നിങ്ങളോട് ഇത്ര പൈസക്ക് പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. 6 വർഷം മുമ്പേ 1200 രൂപ എന്ന് പറയുന്നത് ബെറിൽ തന്നെയാണ്. ഞാൻ ബെറിലിനെ പേരെടുത്ത് പറയുന്നുള്ള ആ എക്സാമ്പിൾ കാണിക്കാൻ, അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഈ 1200 രൂപ എന്ന് കസ്റ്റമറോട് പറഞ്ഞതും കസ്റ്റമർ അത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പിറ്റേ കൊല്ലം ബെറിൽ എന്തുകൊണ്ട് ഇത് 1300 ആക്കിയില്ല? അതിൻ്റെ പിറ്റേ കൊല്ലം എന്തുകൊണ്ട് 1400 ആക്കിയില്ല? അതിൻ്റെ പിറ്റേ കൊല്ലം എന്തുകൊണ്ട് 1500 ആക്കി? അങ്ങനെയാണെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് 1800 രൂപ തനിയെ ആയേനെ. ഒരു ചെറിയ ഇൻക്രിമെൻ്റ് എല്ലായിടത്തും വരുന്ന, എല്ലായിടത്തും ന്യായമുള്ളതാണ്. ഡിയർനെസ് അലവൻസ് എന്ന് കേട്ടിട്ടില്ലേ? ക്ഷാമബത്ത സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കും, അങ്ങനെയുള്ള പ്രൈവറ്റ് മേഖലയിൽ, സംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കും ഒക്കെ സർക്കാർ കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ വില സൂചികക്ക് അനുസരിച്ചിട്ട് നമ്മൾക്ക് ചിലവ് കൂടും, അതിനനുസരിച്ചിട്ട് ശമ്പളത്തിൻ്റെ കൂടെ ഇത്രയും തുക കൂടി കൂട്ടി കൊടുക്കണം. നമ്മളുടെ കാശിലും ഈ ക്ഷാമബത്ത കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചില്ലേ? നാട്ടിൽ ന്യായമുള്ളൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നില്ലേ? 1200 എന്നുള്ളത് 100 രൂപ കൂട്ടി 1300 ആക്കി ആരെങ്കിലും മിണ്ടാതിരിക്കുമോ? ഇല്ല. ഇന്നത്തെ ചിലവനുസരിച്ച് 1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഉടക്കും അല്ലേ? നിങ്ങളുടെ കൂലി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ കൂലി ആരാണ് നിശ്ചയിക്കുന്നത്? നിങ്ങളുടെ കസ്റ്റമറാണോ നിങ്ങളുടെ കൂലി നിശ്ചയിക്കുന്നത്? അതല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററാണ് നിങ്ങളുടെ കൂലി നിശ്ചയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിയുള്ളവരായി മാറുന്നത്? അതായത് എൻ്റെ വർക്ക്ഷോപ്പിൽ കൂലി കൂടുതലാണെങ്കിൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ കഴിവിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കസ്റ്റമർ നിങ്ങളെ വിട്ടു പോവില്ല. അവർക്ക് സാധിക്കില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? കമൻറ്റുകൾ വരട്ടെ.